പറ്റി വഴിക്കൊക്കെ? എനിക്ക് ആ ക്ലീറ്റസിന് അത്യാവശ്യം കാണണം. ആണോ? എന്തായാലും മുതലാളി വന്ന സമയം കൊള്ളാം. എന്താ എൻ്റെ മാമൻ അവിടെ പുള്ളിക്കാരൻ നല്ല വ്യക്തിയാണ്. എന്താ കുടുംബക്കാരന് പേര് വന്നിട്ട് അഴകേശൻ. അഴകേശൻ. ആ, അപ്പൊ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അതിനൊരു ഞാൻ പരിഹാരം ഒന്ന് കണ്ടേച്ചോ. പുള്ളിക്കാരൻ. എന്നെ അറിയാവല്ലോ. അറിയാം, സുരേന്ദ്ര മുതലാളിയല്ലേ? ആ, അപ്പൊ പേരൊക്കെ അറിയാം. വലിയ വലിയ മുതലാളി വരാകുമ്പോ നമുക്ക് പേരൊക്കെ അറിയാലോ. ഞാൻ വന്നത് അറിയാം. ക്ലീറ്റസ് കുറച്ച് കാശ് തരാനുള്ളതല്ലേ, അതെങ്ങനെയെങ്കിലും പറഞ്ഞ് മേടിച്ച് തരാൻ മുതലാളി. കാശിന്റെ കാര്യമല്ല. അല്ലേ? പിന്നെന്താ മുതലാളി? എനിക്ക് പ്രായമായി വരികയല്ലേ. ഓ, എന്റെ ബിസിനസ്സുകളെല്ലാം നോക്കി നടത്തുന്നത് അവനാണ്. ആരാത്? എന്റെ മരുമകൻ. ഓ ഓ ഓ. അവൻ എന്നെ പോലെ അത്ര സൗമ്യനല്ല. ആ, ആളൊരു ശകലം തീപ്പൊരിയ. അയ്യോ, ഈ തീപ്പൊരി പോലുള്ള ആൾക്കൊക്കെ മകളെ കെട്ടിച്ചു കൊടുക്കേണ്ട വല്ല കാര്യം പറഞ്ഞിട്ട് കാര്യമുണ്ട്. ഇന്നത്തെ കാലമല്ലേ, ലവ് മാരേജ്. സമ്മതിച്ചു കൊടുക്കേണ്ടി വന്നു. കൊടുക്കണം. ഞാൻ പറഞ്ഞല്ലോ എന്നെ പോലെ സൗമ്യനല്ല, തീപ്പൊരിയ. എന്നെ പോലെ കുടുങ്ങിയതാ, പ്രേമിച്ചു കുടുങ്ങിയതാ. അല്ല മുതലാളി, ഇതെന്താ ഇവിടെ വന്ന് പറയാൻ കാര്യം? ഇവിടെ വന്ന് പറയാൻ കാര്യമുണ്ട്. ഓ, ഇവിടുത്തെ ക്ലീറ്റസും എന്റെ മരുമകനുമായി സാമ്പത്തികപരമായി ഒന്ന് ഉരസി. എന്തോ പാർട്ടി ഫണ്ടോ എന്തോ പറഞ്ഞ് അവന്റെ അടുക്ക കുറച്ച് പണത്തിന് തന്നു. അവനാള് തീപ്പൊരിയാന്ന് പറഞ്ഞല്ലോ, എന്നെ പോലെ സൗമ്യനല്ല. അവൻ കൊടുത്തില്ല. അവന്റെ പാറമട പൂട്ടിക്കുമെന്നും പറഞ്ഞാണ് ഇപ്പൊ ക്ലീറ്റസ് നടക്കുന്നത്. അതും പോരാത്തതിന് കുബേരാന്നും പറഞ്ഞ് എന്നെ അകത്തിടാനും നോക്കും. സംഭവം തീപ്പൊരിയാവും. എന്റെ കയ്യിലെ പണം വാങ്ങിച്ചുകൊണ്ടാണ് ഈ തോന്നിവാസങ്ങളൊക്കെ കാട്ടിക്കൂട്ടുന്നത്. അതൊന്ന് നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കിയാൽ കൊള്ളാം. ഇല്ലെന്നുണ്ടെങ്കിൽ വരാൻ പോകുന്ന ഭവിഷ്യത്തും നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. എന്നെ പോലെ അല്ല എന്ന് പറഞ്ഞല്ലോ. അവൻ തീരെ വഷള. അവന്റെ ഗുണ്ടകളായിട്ട് വന്ന് പൂശും. താങ്കളൊരു മെമ്പറല്ലേ, ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. അങ്ങനെ ആവട്ടെ. എന്റെ പൊന്നമ്മാവ, ഇവർ എന്തിന്റെ കേടമ്മാവ. ഇപ്പൊ വന്ന് സംസാരിച്ചിട്ട് പോയില്ലേ? ഇങ്ങനെ പോലെ അല്ല ഇങ്ങനെ മരുമാൻ. മഹാത്മാടിയാണ്. എപ്പോഴും ഒരു 10 പേര് കൂടെ കാണാം, അടിയാൾ പോലെ നല്ല തടിച്ചിട്ട്. ഒരു വണ്ടി പോയല്ലേ, ഒരു വണ്ടി ഫ്രണ്ടിൽ ഒരു വണ്ടി ബാക്കിൽ, അങ്ങനെ എസ്കോർട്ട് പോയിട്ട് അവൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അവന്റെ അടുത്താണ് ഇവൻ ഈ പ്രശ്നം ഉണ്ടാക്കാൻ പോകുന്നത്. ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കാമാവ. ആരെ പറഞ്ഞ് മനസ്സിലാക്കണം? അവൻ ഈ ജന്മത്തിന് നേരാവില്ല. ഞാനെന്തിനാ കിടക്കണം? ഞാൻ എന്റെ വീട്ടിൽ പോവാ.